നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്ന ആ സുന്ദരമായ രംഗമാണ് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തിനെ സൃഷ്ടിച്ചു. അങ്ങനെ ആ പ്രകാശത്തിന്, ആ നൂറിന് മുഹമ്മദ് എന്ന് പേര് വെക്കുകയും ചെയ്തു അല്ലാഹു തആല തന്നെ. അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്ന ആ കളിമണ്ണിൽ അല്ലാഹു തആല പ്രകാശത്തിനെ വെച്ചു. അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും എത്തി. അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷമുള്ള പ്രവാചകന്മാരുടെ മുതുകിലൂടെ, പരിശുദ്ധരായവരിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രകാശം അബ്ദുള്ള എന്നവരിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയായ അബ്ദുള്ള എന്നവരിലേക്ക് എത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രകാശത്തെ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ നൂറിനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ഭൂമി ലോകത്തേക്ക് ജനിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ അബ്ദുള്ള എന്ന ഉപ്പയിലൂടെ ആമിന ബീവി എന്ന ഉമ്മയിലേക്ക് ആ പ്രകാശം നീങ്ങുകയാണ്. അബ്ദുള്ള എന്ന ഉപ്പയിൽ നിന്ന് ആ പ്രകാശം ഒരു റജബ് മാസത്തിൽ വെള്ളിയാഴ്ച രാവിൽ ആ പ്രകാശം ആമിന ബീവിയുടെ വയറ്റിലേക്ക് നീങ്ങുകയാണ്. അങ്ങനെ ആ സംഭവം ഉണ്ടായപ്പോൾ, ആ പ്രകാശം ആമിന ബീവിയുടെ വയറ്റിലെത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം കാക്കുന്ന മലക്കായ റിദ്വാൻ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കാൻ. കാരണം സന്തോഷമാണല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കാൻ പോവാണ്. ആ പ്രകാശം ആമിന ബീവിയുടെ വയറ്റിലെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സന്തോഷിക്കുകയാണ്. അള്ളാഹു പറഞ്ഞു, സ്വർഗത്തിൻ്റെ കവാടം തുറക്കൂ. സ്വർഗം സന്തോഷത്തിൻ്റെ സ്ഥലമാണല്ലോ, അപ്പോൾ സ്വർഗത്തിൻ്റെ കവാടം തുറക്കാൻ പറഞ്ഞു. അങ്ങനെ റിദ്വാൻ അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു? സ്വർഗത്തിൻ്റെ കവാടം തുറന്നു. അങ്ങനെ അതിലുള്ള ഹൂറാനികളായ സ്ത്രീകൾ ചമഞ്ഞൊരുങ്ങി. അതുപോലെ തന്നെ കുട്ടികളും ഒരുങ്ങി. അവരൊക്കെ നല്ല രൂപത്തിൽ, നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞ് അവർ അണിഞ്ഞൊരുങ്ങി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം കൊണ്ട് സന്തോഷിക്കുകയാണ് സ്വർഗത്തിലെ എല്ലാവരും. മാത്രമല്ല, നക്ഷത്രങ്ങൾ തിളങ്ങി. ആകാശത്തുള്ള നക്ഷത്രങ്ങളൊക്കെ തിളങ്ങാൻ തുടങ്ങി. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം നടക്കാൻ പോവുകയാണ്. മാത്രമല്ല, അള്ളാഹുവിൻ്റെ സിംഹാസനം സന്തോഷം കൊണ്ട് കിടിലം കൊണ്ടു. അള്ളാഹുവിൻ്റെ സിംഹാസനം എന്ത് ചെയ്തു? അത് സന്തോഷം കൊണ്ട് അത് കിടിലം കൊണ്ടു എന്ന്. മാത്രമല്ല, ആകാശം മുഴുവനും പ്രകാശിച്ചു. ആകാശം മുഴുവനും പ്രകാശിച്ചു. മലക്കുകൾ നല്ല ശബ്ദത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റും അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്റും ഉറക്കച്ചൊല്ലി. മലക്കുകൾ സന്തോഷിക്കാൻ ദിക്ർ ചൊല്ലി, അവർ ഉറക്കെ ദിക്ർ ചൊല്ലി സന്തോഷിച്ചു. അങ്ങനെ ആ രാത്രി ആമിന ബീവി തിളങ്ങാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശമല്ലേ അവരിലേക്ക് എത്തിയത്, ആമിന ബീവിയിലേക്ക് എത്തിയത്. അങ്ങനെ ആമിന ബീവി അത് കാരണം തിളങ്ങി, വളരെയധികം പ്രകാശിച്ചു.
മാത്രമല്ല എല്ലാ സൃഷ്ടികളും ആ റജബ് മാസത്തിൽ സന്തോഷിച്ചിട്ടുണ്ട്. കാരണം ആമിന ബീവിയിലേക്ക് ആ പ്രകാശം നീങ്ങിയത് കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ജനനം അടുത്തല്ലോ, ജനനത്തിൻ്റെ സമയ ആവുകയാണല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാ സൃഷ്ടികളും സന്തോഷിച്ചു. അങ്ങനെ മുഹറം മാസത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആമിന ബീവിയെ വിളിച്ചു പറഞ്ഞു, പ്രസവം അടുത്തിരിക്കുന്നു, സമയാവാണ് എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഹറം മാസത്തിൽ വിളിച്ചു പറഞ്ഞു. മാത്രമല്ല സഫർ മാസത്തിൽ ആമിന ബീവിയുടെ വീട്ടിൽ മലക്കുകൾ അണിയണിയായി നിരന്നു. കാരണം എന്താ? സന്തോഷം വരാൻ പോവാണ്. അതിൻ്റെ ഭാഗമായിട്ട് മലക്കുകൾ അണിനിരന്നു ആമിന ബീവിയുടെ വീട്ടിൽ. മാത്രമല്ല അങ്ങനെ റബീഉൽ അവ്വൽ മാസമായപ്പോൾ ഭൂമിയും ആകാശവും പ്രകാശിച്ചു. ആകാശവും ഭൂമിയൊക്കെ തിളങ്ങി. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം ആവുകയാണ്. മാത്രമല്ല കഅബ തിളങ്ങാൻ തുടങ്ങി, സൊഫയുടെ കുന്നുകൾ തിളങ്ങാൻ തുടങ്ങി. അങ്ങനെ ആമിന ബീവിക്ക് പ്രസവമടുത്തു. അങ്ങനെ വേദനയുണ്ടായി. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച രാവിൽ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിക്കുകയാണ്. മാഷാ അല്ലാഹ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ടതായിട്ട് മങ്കൂസ് മൗലിദ്, നമ്മൾ ഓതുന്ന മങ്കൂസ് മൗലിദിൻ്റെ 2ാമത്തെ ഹദീസിൽ നമുക്ക് ഈ സംഭവം കാണാം. അപ്പോൾ നിങ്ങൾ നോക്കൂ, എന്തൊരു ഗംഭീരമാണ്, എന്തൊരു ഭംഗിയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം നടക്കുന്നത്. അതിൻ്റെ എല്ലാ സംഭവങ്ങളും, ആകാശവും ഭൂമിയും സ്വർഗവും ഇങ്ങനെ തുടങ്ങി എല്ലാം സന്തോഷിക്കുകയാണ്. സന്തോഷിക്കാത്ത ഒരാളേ ഉള്ളൂ. അതാരാ? ഇബ്ലീസാണ്. ഇബ്ലീസിന് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ദുഃഖമാണ്. പക്ഷേ മറ്റുള്ള എല്ലാ ജീവജാലകങ്ങളും, എല്ലാ സൃഷ്ടികളും, അള്ളാഹുവും മലക്കുകളും കഅബയും തുടങ്ങിയ എല്ലാം സന്തോഷിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട്. എന്നാൽ ഇബ്ലീസിൻ്റെ ആളുകളുണ്ട്, ചില ആളുകൾ ഇപ്പോഴുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് ജന്മദിനമാകുന്ന ആ മാസത്തിൽ സന്തോഷിക്കാത്തവർ, അത് ഇബ്ലീസിൻ്റെ ആളുകളായതുകൊണ്ടാണ് അവർക്ക് സന്തോഷിക്കാൻ കഴിയാത്തത്. അല്ലാതെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളുകൾ, സുന്നികളായ ആളുകൾ എന്ത് ചെയ്യും? സന്തോഷിക്കും. അതാണ് റബീഉൽ അവ്വൽ മാസമായാൽ നമ്മുടെ നാടുകളൊക്കെ തിളങ്ങാൻ തുടങ്ങും അല്ലേ? അലങ്കാര ലൈറ്റുകളൊക്കെ ഇട്ട് എല്ലാ നാടുകളും തിളങ്ങുകയാണ്, പള്ളികളും മദ്രസകളും തിളങ്ങുകയാണ്. കാരണം എന്താണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അന്ന് ആകാശഭൂമികളൊക്കെ തിളങ്ങിയിട്ടുണ്ട്, എല്ലാ നല്ലതും തിളങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സന്തോഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മുടെ നാട്ടിലെ പള്ളികളും മദ്രസകളൊക്കെ തിളങ്ങുകയാണ്. അപ്പോൾ അത് ചെയ്യേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ സന്തോഷിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ, ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസത്തിൽ ഒക്കെ നമ്മൾ സന്തോഷിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു റാഹത്തിലും സന്തോഷത്തിലുമാക്കി തരുമാറാവട്ടെ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കും കുടുംബത്തിനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.